ഹായ് എവ്രി വൺ. സോ ഇത് മോസ്റ്റ്ലി എൻ്റെ സെക്കൻഡ് വീഡിയോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട്. ഇത് യെസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി നൈറ്റിയിലാണ് ഇരിക്കുന്നത്. ഡിസ്ക്ലെയിമർ, നൈറ്റി അമ്മയുടെ നൈറ്റിയാണ് കംഫർട്ട് വെയർ, സോ ആരും ജഡ്ജ് ചെയ്യരുത് ഫസ്റ്റ്. ആൻഡ് മൂവിങ് ഓൺ, ഇന്ന് എന്താണ് വീഡിയോ എടുക്കാൻ പ്ലാൻ എന്നൊക്കെ വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ഐ ഹാവ് എ പെറ്റ് കോൾ ഒറിയോ. ഹീസ് വിത്ത് മീ ഫോർ 5 years. അവന് 5 വയസ്സായി. അപ്പോൾ ആക്ച്വലി ഇന്ന് വിഷുവാണ്. വിഷുവിൻ്റെ അന്നാണ് അവന് നമുക്ക് കിട്ടുന്നത്. ഒരു 5 കൊല്ലം മുന്നേ 2021 വിഷുവിലാണ് നമുക്ക് അവനെ കിട്ടുന്നത്. ആൻഡ് നമുക്കൊരു വിഷ് കഴിഞ്ഞിട്ടായിട്ട് നമ്മുടെ ലൈഫിൽ വന്നൊരു വലിയ ആളാണ് ഒറിയോ. പക്ഷേ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇർറീപ്ലേസബിൾ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫിൽ ഇർറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരാളാണ് ഒറിയോ ഞങ്ങൾക്ക്. ആൻഡ് ഒറിയോനെ പറ്റി പറയുമ്പോൾ ഇപ്പം എന്താ പറയുക, എനിക്ക് പെറ്റ്സിനെ ഇഷ്ടമാണ്, പക്ഷെ വളർത്തിയിട്ടില്ല ഞാൻ. എൻ്റെ ഫസ്റ്റ് പെറ്റാണ് ഒറിയോ. പക്ഷേ എൻ്റെ അമ്മ ലൈക്ക് ലോങ് ബാക്ക് എൻ്റെയൊക്കെ പ്രായത്തിൽ എൻ്റെ അമ്മ വളർത്തിയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് ഇതേപോലെ കുറേ ഇന്ത്യൻ സ്പിറ്റ്സ്, പോമറേനിയൻസിനെയൊക്കെ അമ്മ വളർത്തിയിട്ടുണ്ട്. ബട്ട് എനിക്ക് ഒരു ഫസ്റ്റ് ടൈമാണ് എൻ്റെ പെറ്റ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അമ്മ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്കങ്ങനെ വാങ്ങിച്ചു തരാൻ റെഡിയൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെയാണ് ഓൾ ഓഫ് എ സഡൻ അമ്മ ഒരു ദിവസം പറഞ്ഞു, നമുക്കൊരു കുട്ടി പപ്പീനെ എടുക്കാമെന്ന് പറഞ്ഞു. നമുക്കറിയുന്ന വീട്ടിൽ അവർ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ എടുത്തേ. ആൻഡ് വി നെയിംഡ് ഹിം ഒറിയോ. നമുക്ക് ഒറിയോനെ ഏകദേശം ഒരു 28 അല്ലെങ്കിൽ 35 ഡേയ്സിൻ്റെ എക്സാക്ട്ലി ഡേയ്സ് എനിക്ക് ഓർമ്മയില്ല, ഡേയ്സ് സമയത്താണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഒരു അട്ടപ്പെട്ടിയിലാണ് നമുക്ക് കൊണ്ടു തരുന്നത്. അന്ന് കണ്ണുപോലും അതൊക്കെ തുറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയത്താണ് നമുക്ക് കിട്ടുന്നത്. സോ ആക്ച്വലി ഫീഡ് ചെയ്യേണ്ട സമയത്ത് കിട്ടിയത് കൊണ്ട് മുതൽ അവന് നമ്മളോട് എല്ലാവരോടും ഒരു മദർലി അഫെക്ഷനും ഒക്കെയാണ്. ബൈ ദ വേ ഒറിയോ, ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ്. ഒറിയോ ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് ബ്രീഡ്. ടൈനി പോം കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. ആൻഡ് നമ്മുടെ ലൈഫിൽ ഇർറീപ്ലേസബിൾ, നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ കണ്ണടയ്ക്കുന്നത് വരെ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ. അവനെ വെച്ചിട്ടുള്ള പ്ലാൻസ് ഞങ്ങളെല്ലാം ചെയ്യാറുള്ളൂ, എന്തും പ്രൊസീഡ് ചെയ്യാറുള്ളൂ. ആൻഡ് മോർ ഓവർ ആദ്യം ഒറിയോനെ വാങ്ങിക്കുമ്പോൾ എനിക്കും അമ്മയ്ക്കും മാത്രമായിരുന്നു ഓക്കെ, അച്ഛൻ അത്രയ്ക്ക് ഓക്കെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ അച്ഛനാണ്, പിന്നെ അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, രാവിലെ ഭക്ഷണം കഴിക്കുന്നത് മുതൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ബെഡ് കോഫി മുതൽ രാത്രി ഡിന്നർ വരെയും അച്ഛൻ്റെ കൂടെയാണ് അവൻ. ആൻഡ് ഇൻഫാക്റ്റ് അവൻ നമ്മുടെ കൂടെ ബെഡിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അത്രയും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് അവൻ. ആൻഡ് ഇന്ന് അവൻ്റെ 5th ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കിട്ടിയിട്ട് അവൻ്റെ 5ാമത്തെ ബർത്ത്ഡേ. ഞങ്ങൾ അവൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻസ് ഒന്നും അല്ലെങ്കിലും ഒരു കുഞ്ഞു കേക്ക്, ചെറിയൊരു ബലൂൺ ഡെക്കറേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങളെപ്പോഴും ക്യാപ്ചർ ചെയ്യും അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ആൻഡ് അതുകൊണ്ട് ഈ കൊല്ലം വി വാണ്ടഡ് ടു ഡു സംതിങ് സ്പെഷ്യൽ. ഇപ്പോൾ ഒറിയോനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒറിയോന് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒറിയോ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഒറിയോ എന്ന് പറയുമ്പോൾ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒറിയോൻ്റെ പേര് തന്നെ ഒരു ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒറിയോ ഈസ് എവറിത്തിങ് ടു മീ എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ണ് തുറക്കുമ്പോൾ മുതൽ ഞാൻ കണ്ണ് തുറന്ന് ആദ്യം അവനെ കാണാനാണ് നോക്കുന്നത്. എൻ്റെ എപ്പോഴും എൻ്റെ ചുറ്റും അവനുണ്ടാവും. ആൻഡ് ഹീസ് എവറിത്തിങ് ടു മീ. ലൈക്ക് എംപത്തി എന്ന് പറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, നമുക്ക് ഫീൽ ചെയ്യാൻ, അതിന് മുന്നേ വരെ ഐ ഡിഡ്ന്റ് നോ ഐ ഹാഡ് ദിസ് മച്ച് എംപത്തി ഇൻ മീ. ഞാൻ അവനിലൂടെയാണ് ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ ഫോർ അതർ ബീയിങ്സ് അതർ ദാൻ ഹ്യൂമൻസ്. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ വിഷമങ്ങളൊക്കെ കൈക്കും കാണുമെങ്കിലും ചെയ്യുമെങ്കിലും കുറേ ഒരു ലിമിറ്റ് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമ്മൾ അതിനോട് ഇൻവോൾവ് ആകാൻ തുടങ്ങിയത് ഒറിയോ വന്നതിന് ശേഷം. ഐ സ്റ്റാർട്ടഡ് ബീങ് മോർ ഇമോഷണൽ, ഐ സ്റ്റാർട്ടഡ് ബീങ് മോർ എംപത്തറ്റിക്, ഐ സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു നോട്ട് ഓൺലി ലൈക്ക് ജസ്റ്റ് ഡോഗ്സ് ബട്ട് ഐ ലൈക്ക് ഓൾ ദ ആനിമൽസ്. ഇപ്പോൾ ഒരു ആനേനെ കണ്ടാലും ഒരു പൂച്ചേനെ കണ്ടാലും അല്ലെങ്കിൽ ഒരു സ്കൂരിൽ ഒരു അണ്ണാൻകുട്ടിനെ കണ്ടാലും ഐ ഹാവ് സോ മച്ച് എംപത്തി ഫോർ ദം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഭയങ്കര ചേഞ്ച് വേണമെന്ന് പറയുവാണ്. ആൻഡ് അതിനെക്കാട്ടിലും വലിയൊരു ചേഞ്ച് പറയുകയാണെങ്കിൽ ഒറിയോ വന്നതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് ടു ഫീഡ് അറൗണ്ട് 8 to 10 സ്ട്രീറ്റ് ഡോഗ്സ്. എൻ്റെ ചുറ്റും വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്ട്രീറ്റ് ഡോഗ്സ്. അതിൽ അപ്പോൾ നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. നമുക്കൊരു ശല്യമൊന്നുമില്ല, കറക്റ്റ് സമയത്ത് വരും, കഴിക്കും, പോകും. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
ഇതെല്ലാം ഐ തിങ്ക് ഒറിയോ വന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളാണ്. പിന്നെ ഒറിയോന് വേണ്ടി നമ്മുടെ വീട് നമ്മൾ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആളൊരു ഡോഗ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് കുറേ കാര്യങ്ങൾ അലർജിക്ക് ഉണ്ടാവും. സോ നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പടക്കം ഒച്ചകളൊക്കെ പേടിയാണ്, ഹൈ വോളിയം സെലിബ്രേഷൻസ് പേടിയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുറേ പ്ലാൻസുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ അതിനെ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലോലി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛനാണ് റീസ്ട്രക്ചർ ചെയ്യുക. ഇപ്പോൾ അച്ഛൻ പറയും വേണ്ട അവനെ അവിടെ കൊണ്ടുപോകണ്ട, അവൻ അവിടെ പറ്റില്ല, അപ്പോൾ നമുക്ക് ഇവിടെ പോവാം അവിടെ പോവാം. സോ ഞങ്ങൾ ഇപ്പോൾ പണ്ട് ഞങ്ങൾ എല്ലാ ഇയറും യൂസ് ടു ഗോ ഫോർ ലൈക്ക് അറൗണ്ട് മിനിമം 20 days ട്രിപ്പ് എല്ലാ ഇയറും നമ്മൾ പോകാറുണ്ട് ഫാസ്റ്റ് ഫാമിലി. ഒറിയോ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്ക് വിഷമമാണ്. ഞങ്ങൾ അതുപോലും ഞങ്ങൾക്ക് ഒറിയോനെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ സ്ഥലങ്ങളിൽ പോയാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ അത്രയും വാല്യൂബിൾഡ് ട്രഷറാണ് എനിക്ക് ഒറിയോ. ഇപ്പം ഞാൻ ആക്ച്വലി ഒറിയോ വന്നു അവൻ്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ ഫോർ മൈ ജോബ്, വർക്ക് ഫ്രം ഹോം കഴിഞ്ഞിട്ട് ആ മൊമെൻറ്റിലാണ് ഐ റിയലൈസ്ഡ് ഹൗ മച്ച് ഐ മിസ്ഡ് ഹിം. ഞാൻ അവിടെ ഉണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ താഴെ ഡോഗ്സിനെയൊക്കെ ആൾക്കാർ നടത്താൻ കൊണ്ടുവരുമ്പോൾ ഈച്ച് ഡോഗിനെ പോയി കണ്ടിട്ട് ഐ ജസ്റ്റ് ക്രൈ. ഇറ്റ് വാസ് അൺബെയറബിൾ ഫോർ മീ. താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അതിനുശേഷം എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ലൈക്ക് ജോ ഗിഫ്റ്റഡ് മീ, അതാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഒറിയോ ആയിട്ടുള്ള ഒരു ഫ്രെയിം. ഞാൻ ഭയങ്കര കരച്ചിലായിട്ട് ഹി ഗിഫ്റ്റഡ് മീ ദ ഫ്രെയിം ആൻഡ് ഹി ആസ്ക്ഡ് മീ ടു കെപ്റ്റ് ഇറ്റ് ഓൺ ദ റൂം. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഒറിയോൻ്റെ പോലത്തെ ഒരു ഡോളിനൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു ആ സമയത്ത്. ബിക്കോസ് ഐ സ്റ്റാർട്ട് ടു മിസ് ഹിം സോ മച്ച്. ആൻഡ് അതെങ്ങനെ ടാക്കിൾ ചെയ്തു എന്ന് എനിക്കറിയില്ല. പിന്നെ ഗ്രേറ്റ്ഫുള്ളി എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കൊരു ഓഫർ വന്നു. ഞാനപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുമല്ലോ, അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് എഴുതി നോക്കിയപ്പോൾ ഞാൻ എഴുതിയ പ്രോസിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോസ് ആണെന്ന് എന്താ പറയുമോ, ഹീസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ വേർഡ് തന്നെയാണ് കുറേ പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അതിൽ കൂടുതൽ എങ്ങനെയാണ് അവനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരുടെ ലൈഫിൽ നല്ല സമയവും മോശ സമയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിലൊരു ലൈക്ക് ഒരു ടഫ് ഫേസിൽ എനിക്ക് ലൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ് അവന്. ആൻഡ് ഹീസ് ലൈക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ആൾക്ക് ഡെയിലി കുളിക്കാൻ അവൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും കേട്ടോ. ഡെയിലി കുളിക്കും, മനുഷ്യന്മാരെക്കാട്ടിലും ഹൈജീനാണ്. ഡെയിലി കുളിക്കും. അച്ഛൻ ഡെയിലി അവൻ്റെ ഷാമ്പു എടുത്ത് കുളിപ്പിക്കും. ആക്ച്വലി ഡെയിലി ഒന്നും കുളിക്കാൻ പാടില്ല, പക്ഷെ അവന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഡോഗാണ്. പിന്നെ നമുക്ക് ഒരു ട്രബിൾസും ഒരു കാര്യം വീട്ടിൽ നശിപ്പിക്കുകയൊന്നുമില്ല. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് നമ്മളിപ്പോൾ വീട്ടിലിട്ടിട്ടാണല്ലോ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരിക. അപ്പോൾ ഇഫ് യു വാണ്ട്സ് ടു പീ ഓർ സംതിങ്, നമ്മൾ പീ പാഡ്സോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അവൻ എങ്ങനെ അത് മനസ്സിലായെന്ന് പോലുമല്ല. അവൻ പോട്ടി ട്രെയിൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് പോലുമില്ല. ബട്ട് അവൻ നമ്മുടെ വാഷ്റൂമിൽ തന്നെ വന്നിട്ടാണ് എന്ന് വെച്ചാൽ ടോയ്ലറ്റിൻ്റെ മേളിൽ കയറി നിൽക്കുന്നതല്ല, താഴെ ടൈലിലാണ് ഒഴിക്കുക. സോ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പം, വീടിൻ്റെ ഉള്ളിലേക്കാട്ടിലും എളുപ്പമാണല്ലോ വാഷ്റൂമിൽ. സോ അതൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് നല്ല. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ ഇങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള ഒരു ഇൻകൺവീനിയൻസസും ഞങ്ങൾക്ക് ഒറിയോനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഡോഗാണ്. അവൻ്റെ ഫാമിലിയാണ് ഞങ്ങൾ മൂന്നുപേരും മാത്രമാണ് അവൻ്റെ ഫാമിലി. ആൻഡ് അതിനുള്ളിലേക്ക് ഒരു പുതിയ അഡീഷൻ വന്നപ്പോഴും അവൻ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തന്നെയാണ് അടുത്തൊരാളെ ആക്സെപ്റ്റ് ചെയ്തത്. ആൻഡ് ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ 5 കൊല്ലത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു 5 കൊല്ലം മുന്നേ എൻ്റെ ഒറിയോ കയ്യിൽ കിട്ടിയ ഒറിയോ ഇപ്പോഴത്തെ ഒറിയോ പോലെ തന്നെ ഇരിക്കുന്നത്. എനിക്ക് ഷോയും ഒറിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. യെസ് ഗൈസ്, സോ ഇതാണ് എൻ്റെ ഒറിയോ. ആള് ക്യാമറയിലേക്കൊന്നും നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹാർട്ട് എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ആളാണ്. ആൾ ഈ ക്യാമറ കാണുമ്പോൾ കുറച്ച് വലുതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈനി പോം കാറ്റഗറിയിൽ പെട്ട ഒരാളാണ്. ഇപ്പോൾ ആളുടെ ഹെയറൊക്കെ നമ്മൾ ട്രിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ചൂടായതുകൊണ്ട്. ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഫുഡും വിഷു ഒക്കെ ആയതുകൊണ്ട് സദ്യയൊക്കെയാണ് ഇന്ന് ആൾക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മുണ്ട കൊടുത്താണ് കഴിക്കുക. ആൻഡ് ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ട്രഷറിലൊരാൾ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്നത് എന്താ പറയുക, ലൈക്ക് ഞാൻ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇവർ നമ്മുടെ ലൈഫിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര നമുക്ക് വി കാൺ പുട്ട് ഇൻ ടു വേർഡ്സ്. അത്രയും അതിപ്പോൾ പറഞ്ഞാൽ പോലും ഞാൻ ഇമോഷണലായി പോകും. അത്രയും അത് ഐ ഡോണ്ട് നോ ഹൗ ടു ടെൽ ദാറ്റ്. ഇപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, ഞാൻ എന്തെങ്കിലും സ്ട്രെസ്ഡ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ചുമ്മാ വന്നിങ്ങനെ ഇരിക്കും. ദാറ്റ്സ് ഹൗ ഹീ ഈസ്. ആൻഡ് ഇപ്പം ഇത്തിരി ഗൗരവത്തിലിരിക്കുക, കാരണം കളിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തുനിന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ആളെ.
ഹീസ് എവറിത്തിങ് ടു മീ. അത് അങ്ങോട്ട് നോക്കി. ആൻഡ് കണ്ട, ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ മുത്താണ്, ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ സ്വത്തും മുത്തും ഞങ്ങളുടെ എല്ലാമാണ് ഈ ഇരിക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഞങ്ങളുടെ ലൈഫിൽ ഒരു ഇന്നവിറ്റബിൾ പാർട്ടായിട്ടിരിക്കുക. ഞങ്ങളിപ്പോൾ എപ്പോഴും പറയും, ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് പോയാൽ പോലും ഇവൻ്റെ എന്തെങ്കിലും ആ ഡ്രസ്സിലുണ്ടാവും, ഒരു ഹോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങളിലുണ്ടാവും. സോ എവിടെയൊക്കെ പോയാലും ഞങ്ങളുടെ കൂടെ എങ്ങനെ പോയാലും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വേറെ ഒരാൾ വന്നാലൊന്നും അത്ര പിടിക്കത്തൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ലേ, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂബിൾ ചെയ്യുന്ന എല്ലാവരെയും പോലെയും നമ്മുടെ പേരൻസ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റിയലൈസേഷൻസ് നമുക്ക് വരും. ആൻഡ് പിന്നെ നമ്മുടെ പാർട്ട്ണർ അതേപോലെ അതിനെക്കാട്ടിലെന്നൊക്കെ ലൈക്ക് പാർട്ട്ണറിനെക്കാട്ടിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലൈഫിൽ ഇപ്പോൾ ഞാൻ വാല്യൂ ചെയ്യുന്ന എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ചു നോക്കി എനിക്ക് ഇത്രയും പേരായിരിക്കും എൻ്റെ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നൊരു സ്ട്രോങ് ബേസിൻ്റെ പില്ലേഴ്സ് എന്നാണ്. പക്ഷേ അതിന് ഈക്വലായിട്ട് ലൈക്ക് ഒരു സംസാരിക്കാൻ പോലും പറ്റാതെ ആക്ഷൻസിലൂടെ ഒരാൾ എൻ്റെ ലൈഫിൽ പ്രൂവ് ചെയ്തതാണിത്. ആൻഡ് ഇവൻ വരുന്നതിന് മുന്നേ എനിക്ക് പോലും അറിയില്ലായിരുന്നു ഐ കുഡ് ലവ് ആനിമൽസ് ലൈക്ക് ദിസ് എന്ന്. എനിക്ക് അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹീസ് കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര കുറുമ്പനാണ് കേട്ടോ ചില കാര്യങ്ങളിൽ. ലൈക്ക് കുറുമ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ ഈ കാക്കാപ്പൂച്ച അങ്ങനെയൊക്കെ ഓടിക്കുക, പണ്ട് അല്ലാതെ മറ്റേ തേങ്ങ അങ്ങനെയൊക്കെ കാണുമ്പോൾ പേടിയുള്ള ആളാണ് കേട്ടോ. ആളെ കുരയൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും എപ്പോൾ പിടിച്ച് കടിക്കുന്നു. തേങ്ങ കണ്ടാലോ ഒരു വാഴയില കണ്ടാലോ ഓല കണ്ടാലോ ഒക്കെ ഓടുന്ന ആളെ, തൊപ്പി വെച്ച ആൾക്കാരെ കണ്ടാൽ പേടിയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഞങ്ങളുടെ സ്വത്താണ്. ഞങ്ങൾ തമാശയ്ക്ക് ഇവനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, അവിടെ ചൊറ്റാനോ അവിടെ ചൊറ്റാനോ, ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതേപോലെ തിരിച്ച് അവൻ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അല്ല, പക്ഷെ അവരുടെ ലാംഗ്വേജിൽ. ആൻഡ് ഇപ്പം നമ്മുടെ ലൈഫ് ഒരു പസിലാണെങ്കിൽ, ഒരു 4 പസിലാണെങ്കിൽ, ഒരു പസിൽ പാരൻസ്, ഒരു പസിൽ ഫ്രണ്ട്സ്, ഒരു പസിൽ നമ്മുടെ പാർട്ട്ണർ, ആൻഡ് വേറൊരു പസിൽ ആണ് എൻ്റെ ഒറിയോ. സോ അതിൽ ആ 3 പസിൽ മാത്രം വന്ന ഒരു പസിലില്ലെങ്കിൽ അത് പസിൽ കംപ്ലീറ്റ് ആവില്ലല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫോർ മീ. ആൻഡ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ ഇട്ടിട്ടുള്ളത് അതാ, വെൻ ഐ നീഡഡ് എ ഹാൻഡ് ഐ ഫൗണ്ട് എ പോന്ന്. He has proved it, and I wish you a very 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 happy birthday. നമ്മുടെ ചക്കര പൊന്നിന് ബർത്ത്ഡേ ആണെന്നാ എല്ലാവർക്കും ഹായ് പറ്റുക. ഹായ് 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 ഹായ്. ആളത്രയ്ക്ക് ഹാപ്പി അല്ല, എന്തായാലും കുറച്ചിടത്തേക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ യെസ്, നിങ്ങളും എല്ലാവരും അവൻ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ പ്രാർത്ഥിക്കണം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.